ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ 4th സെമസ്റ്ററിലെ മോഡേൺ ഇന്ത്യ ഹിസ്റ്ററിയാണ്. ദ ഇന്ത്യൻ റിപ്പബ്ലിക് എന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇന്ത്യൻ ഭരണഘടന എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ റിപ്പബ്ലിക് എങ്ങനെയായി എന്നൊക്കെ നമ്മൾ അതിൻ്റെ മുൻ ക്ലാസ്സുകളിൽ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ഒരു രൂപം മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും ഭരണ സംവിധാനങ്ങളുമെല്ലാം നടക്കുന്നത് ഈ ഭരണഘടനയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ ഘടന, രീതികൾ, അധികാരങ്ങൾ, ചുമതലകൾ എന്നിവ നിശ്ചയിച്ചിരിക്കുന്നത് ഭരണഘടനയാണ്. അടിസ്ഥാന രാഷ്ട്രീയ തത്വങ്ങൾ, മൗലികാവകാശങ്ങളും ചുമതലകളും നിർദ്ദേശക തത്വങ്ങൾ എന്നിവയുടെ നിർണയം നടത്തുന്നതും ഭരണഘടനയാണ്. ലോകത്തിലെ പരമാധികാര രാഷ്ട്രങ്ങളിൽ ഭരണഘടനയിൽ വെച്ച് ഏറ്റവും വലിയ ഒരു എഴുതപ്പെട്ട ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടന എഴുതിയ ഭാഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെട്ട ഭരണഘടന ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദി പരിഭാഷയും ഉണ്ട്. അപ്പോൾ 2 ഭാഷകളിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ടുള്ളത്. നമുക്കറിയാം BR അംബേദ്കറാണ് ഭരണഘടനാ ശില്പിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ 1949 നവംബർ 26 ഭരണഘടന ഔദ്യോഗികമായിട്ട് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരാധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ സഭ അംഗീകരിക്കുന്നത് നവംബർ 26, 1949 പിന്നീട് നമ്മൾ റിപ്പബ്ലിക് ആവുന്നത് 1950 ജനുവരി 26 അത് നമുക്കറിയാം. ജനുവരി 26 വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ദേശീയ ദിനമായിട്ട് നമ്മൾ ആചരിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കാൻ 389 അംഗങ്ങളുണ്ടായിരുന്ന ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ഏകദേശം 3 വർഷക്കാലം എടുത്തുകൊണ്ടാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മേധാവിയായിരുന്നത്. ഭരണഘടനയുടെ മുഖ്യശില്പി എന്നറിയപ്പെടുന്ന BR അംബേദ്കറാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിൽ ഏറ്റവും പങ്കുവഹിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു BR അംബേദ്കർ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുകയും 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടാനിടയാക്കിയ ഒരു നിയമമുണ്ട്. ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് 1935 ഇന്ത്യ നിയമം. 1935 ആ നിയമത്തെ അസാധുവാക്കിക്കൊണ്ടാണ് പുതിയ ഭരണഘടന നിലവിൽ. അപ്പോൾ അതുവരെ ഇന്ത്യയിൽ ഭരണം നടത്താൻ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമമാണ് 1935 ഇന്ത്യ നിയമം, ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. അത് ഇല്ലായ്മ ചെയ്തിട്ടുണ്ട് പുതിയ ഭരണഘടന നിലവിൽ വരികയും ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക് ആയി ഭരണഘടന പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്താണ് ഇന്ത്യൻ ഭരണഘടന ആമുഖം നമ്മൾ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യ ഒരു പരമാധികാര സോവറിൻ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരമാധികാര, അതുപോലെ തന്നെ എന്താണ് ഒരു സോഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് നീതി, സമത്വം, സ്വാതന്ത്ര്യം എന്നിവയും പൗരന്മാർക്കിടയിൽ സാഹോദര്യം വളർത്താനുള്ള ശ്രമങ്ങളും നൽകുമെന്ന് ഉറപ്പു നൽകുന്നു. മതനിരപേക്ഷം, സോഷ്യലിസ്റ്റ് എന്നീ പദങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ 1976 മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന 42ാമത്തെ ആർട്ടിക്കിൾ വഴിയാണ് മതനിരപേക്ഷതയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് എന്നീ 2 പദങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി എന്താണ് ആക്ട് ഓഫ് 1935? പൂർണ്ണമായ തോതിൽ ഒരിക്കലും നടപ്പാക്കാതെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഗവൺമെൻറ് തയ്യാറാക്കിയ 1935 നിയമം സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണഘടനയെ നിർണായകമായി സ്വാധീനിച്ച ഒരു രേഖയാണ്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു രേഖയാണിത്. 1935 ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയുള്ള നിയമം തന്നെ. അതിൽ നിന്ന് ഒരുപാട് ആശയങ്ങൾ നമ്മൾ എന്തിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ നിർണായകമായ പല ഭാഗങ്ങളും ഇതിൽ നിന്നും നേരിട്ട് എടുത്തതാണ്. 10 ഷെഡ്യൂളുകളും 321 വിഭാഗങ്ങളും ഉള്ള ഒരു ദീർഘരേഖയാണ് 1935 നിയമം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഫെഡറൽ സംവിധാനം, പ്രാദേശിക സ്വയംഭരണം, 2 നിയമനിർമ്മാണ സഭകൾ ഉൾപ്പെട്ട പാർലമെൻറ്റ്,
കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കിടയിൽ അധികാരം വിഭജനം ചെയ്യുന്ന ഫെഡറലിസം എന്നിവയെല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് 1935 നിയമത്തിൽ നിന്നുമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ അവർക്ക് ഇന്ത്യയിൽ ഭരണം നടത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള 1935 നിയമമാണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതുവരെ പിന്തുടർന്നു. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ആ നിയമം അസാധുവായി. എങ്കിലും ഒട്ടുമിക്ക വകുപ്പുകളും നമ്മൾ കടമെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടുള്ളത് ഈ ആക്ട് ഓഫ് 1935 നിന്നാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ത്? രാജ്യം ജനങ്ങൾക്ക് നൽകുക, സ്റ്റേറ്റ് ജനങ്ങൾക്ക് നൽകുന്നതാണ്, ഉറപ്പ് നൽകുന്നതാണ് റൈറ്റ്സ്. അതുപോലെ തന്നെ ഓരോ അവകാശം അനുഭവിക്കുന്ന ആളും രാജ്യത്തോട് ചെയ്യേണ്ട കടമകൾ എന്ന് പറയുന്ന പേരാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നമ്മൾ സോവിയറ്റ് യൂണിയൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ് ഡ്യൂട്ടീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവകാശങ്ങൾ? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 14 മുതൽ 32 വരെയുള്ള ആർട്ടിക്കിളുകളായിട്ട് വളരെ വിശദമായിട്ട് പറയുന്നതാണ്. ഒന്ന്, റൈറ്റ് ടു ഈക്വാലിറ്റി, അതുപോലെ തന്നെ റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഫോർത്ത് വൺ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അതുപോലെ തന്നെ ഫെഡറൽ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫെഡറലിസവും അതുപോലെ തന്നെ ഈ സംസ്ഥാന പുനഃസംഘടനയും. എന്താണ് ഫെഡറലിസം എന്ന് പറയാൻ? എന്താണ്? കേന്ദ്രത്തിലും സംസ്ഥാനങ്ങൾക്കുമിടയിൽ അധികാരം വിഭജിക്കപ്പെട്ടിരിക്കുന്ന അത്തരം ഗവൺമെൻറ്റുകളെ പറയുന്ന പേരാണിത് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ ഒരേ സമയം 2 അധികാര കേന്ദ്രങ്ങളിലായിട്ട് അധികാരത്തെ വിഭജിക്കപ്പെടുക. ഉദാഹരണത്തിന് ഇന്ത്യ എന്ന് പറയുന്നത് ഫെഡറൽ സ്റ്റേറ്റാണ്. ഇന്ത്യക്കൊരു ഗവൺമെൻറ് ഉണ്ട്, പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലൊരു ഗവൺമെൻറ് ഉണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ ഭരണം നിർവഹിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ മന്ത്രിസഭയുമുണ്ട്. ഒരേ സമയം സജീവമായ 2 ഭരണങ്ങൾ നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തെ പറയുന്ന പേരാണ് ഫെഡറലിസം. അമേരിക്കയും ഒരു ഫെഡറൽ രാജ്യമാണ്. ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിന് അടിസ്ഥാനമായി ഫെഡറൽ ഭരണഘടന അംഗീകരിച്ചത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എന്നിവയുടെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കിടയിൽ അധികാരം വിഭജിച്ചപ്പോൾ യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ ഭരണം നടത്താനുള്ള അധികാരം യൂണിയൻ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ് ഉണ്ടാവുക. ഇപ്പോൾ 2 സംസ്ഥാനങ്ങൾക്കിടയിൽ നടത്തേണ്ട റവന്യൂ വിതരണത്തിനും വിശദമായ നടപടിക്രമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റവന്യൂ വീതം വെച്ച് കൊടുക്കുന്നതിലും അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങൾക്കും ഏതൊക്കെ കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പൂർണ്ണ അധികാരമുണ്ട്, ഏതൊക്കെ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് മാത്രം അധികാരമുള്ളതാണ് എന്ന് നോക്കി വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ ഭരണഘടന എഴുതി വെച്ചിട്ട് 3 ലിസ്റ്റ് ഉണ്ട്. ഒന്ന് യൂണിയൻ ലിസ്റ്റ്, മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം നേരിട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റേറ്റുകളുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ 3 വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനങ്ങളായിരുന്നു വിഭജിക്കപ്പെട്ടിരുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്നത് 3 വിഭാഗത്തിൽപ്പെട്ട ഒന്നെന്താണ്? എ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ട സംസ്ഥാനങ്ങൾ. പഴയ ബ്രിട്ടീഷ് പ്രവിശ്യകളായ ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ആസാം, ഒറീസ, പഞ്ചാബ്, ബോംബെ, മധ്യപ്രദേശ്, മദ്രാസ് എന്നിവയായിരുന്നു എ ക്ലാസ് വിഭാഗത്തിൽപ്പെട്ടവ. ബി ക്ലാസ് സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ വലിയ നാട്ടുരാജ്യങ്ങളായിരുന്ന ഹൈദരാബാദ്, മൈസൂർ, രാജസ്ഥാൻ, ജമ്മു ആൻഡ് കാശ്മീർ, മധ്യഭാരത്, ഈസ്റ്റ് പഞ്ചാബ്, സൗരാഷ്ട്ര, ട്രാവൻകൂർ, കൊച്ചി എന്നിവയായിരുന്നു ബി വിഭാഗം. ക്ലാസ് സി വിഭാഗത്തിൽപ്പെട്ട പഴയകാല ചെറിയ നാട്ടുരാജ്യങ്ങളായ ഭോപ്പാൽ, അജ്മീർ, ബിലാസ്പൂർ, കൂർഗ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, കച്ച്, മണിപ്പൂർ, ത്രിപുര, വിന്ധ്യാപ്രദേശ് എന്നിവയായിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഈ വിഭാഗത്തിലൊന്നും പെട്ടിരുന്നില്ല. അപ്പോൾ 3 വിഭാഗങ്ങളായിട്ട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ സംസ്ഥാനങ്ങളെ 3 ക്ലാസ്സുകളായിട്ട് എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് ഇങ്ങനെ 3 ക്ലാസ്സുകളായിട്ട് തരംതിരിച്ചിരുന്നു. ഈ തരംതിരിവാണ് പിന്നീട് ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരണത്തിലേക്ക് നയിച്ചതും ഇത്തരത്തിലുള്ള തരംതിരിവിൻ്റെ ഭാഗമായിട്ടാണ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് നമ്മളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടുണ്ട്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട്
ജനകീയ പ്രക്ഷോഭങ്ങളും ആരംഭിച്ചു. അപ്പോൾ 1920 തീരുമാനമാണ് ഭാഷാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുക എന്നുള്ളത്. അത് പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വളരെ ശക്തമായിട്ട് എന്ത് ചെയ്തു, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് സ്വതന്ത്ര സമര സേനാനിയും അതുപോലെ തന്നെ ഗാന്ധിയനുമായിരുന്ന പൊറ്റി ശ്രീരാമുലു നിരാഹാര സമരം ആരംഭിച്ചു. 58 ദിവസത്തെന്നും 56 ദിവസത്തെന്ന് പറയുന്നത്. ഏതായാലും ഇതിൻ്റെ നിരാഹാരത്തിനൊടുവിൽ അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി ഈ ജനകീയ പ്രക്ഷോഭങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ് ചെയ്തത്. അപ്പോൾ ഭാഷാ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം ആരംഭിച്ച ആളാണ് പൊറ്റി ശ്രീരാമുലു. ആ നിരാഹാരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തതോടുകൂടി രാജ്യവ്യാപകമായിട്ട് ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. അങ്ങനെ 1953 ഇന്ത്യയിലെ ആദ്യ ഭാഷാ സംസ്ഥാനമായി ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നു. അപ്പോൾ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് പൊറ്റി ശ്രീരാമുലു മരണപ്പെടുകയും അതിനെ തുടർന്ന് രൂപീകരിച്ച ആദ്യ ഭാഷാ സംസ്ഥാനമാണ് ആന്ധ്ര സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവരുടെ ഒരു പ്രദേശം. ഇതോടുകൂടി ഭാഷാ സംസ്ഥാനം പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ധാർ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കമ്മീഷനുകളെ നിയോഗിച്ചിരുന്നു. പക്ഷേ നെഹ്റുവിനൊരിക്കലും ഭാഷാ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഭരണാധികാരികൾക്ക്. പക്ഷേ ജനകീയ പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്ന് 1953 ജസ്റ്റിസ് ഫസൽ അലിയുടെ അധ്യക്ഷതയിൽ ഒരു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയോഗിച്ചു. ജസ്റ്റിസ് ഫസൽ അലിയെ കൂടാതെ ഹൃദയനാഥ് കുൻസ്രുവും മലയാളിയായിരുന്ന KM പണിക്കരുമായിരുന്നു ഇതിലെ അംഗങ്ങൾ. 3 അംഗ സമിതിയാണ്. ജസ്റ്റിസ് ഫസൽ അലിയായിരുന്നു ഭാഷാ പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെ സഹായിച്ചിരുന്ന ആളുകളായിരുന്നു ഹൃദയനാഥ് കുൻസ്രു, അതുപോലെ തന്നെ മലയാളിയായിരുന്ന KM പണിക്കരും. 1956 ഇന്ത്യ പുനഃസംഘടനാ നിയമം ഒരു ശുപാർശ ഗവൺമെൻറ് സമർപ്പിച്ചു. 1954 1956 ഇന്ത്യൻ പാർലമെൻറ്റ് എന്ത് ചെയ്തു, ഈ നിയമം പാസ്സാക്കിയതോടുകൂടി 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമായിട്ട് രൂപീകരിച്ചുകൊണ്ട് ഒരു നിയമം പാസ്സാക്കി. അതിലൊരു ഭാഷാ സംസ്ഥാനമായിരുന്നു നമ്മുടെ കൊച്ചു കേരളവും. പിന്നീട് പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പുതിയ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. ഇന്ന് ഏകദേശം 28 സംസ്ഥാനങ്ങളും 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി നഷ്ടപ്പെടുകയും ലഡാക്ക്, കാശ്മീർ എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കാലഘട്ടം, അല്ലെങ്കിൽ ഇരുണ്ട യുഗം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് എമർജൻസി. ജർമ്മൻ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളതാണ് എമർജൻസി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചതാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ 18-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയുള്ള ഭാഗങ്ങളാണ് അടിയന്തരാവസ്ഥയെ വ്യവസ്ഥ ചെയ്യുന്നത്. ഈ വകുപ്പുകൾ പ്രകാരം യുദ്ധം, സായുധ കലാപം, വിദേശ ആക്രമണങ്ങൾ എന്നിവയാൽ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തിനോ രാജ്യത്തിന് മുഴുവനായിട്ടോ സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ ഇന്ത്യൻ പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. ഈ സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള സായുധ കലാപമോ യുദ്ധമോ ഉണ്ടാവുകയാണെങ്കിൽ അതാത് പ്രദേശത്തോ അല്ലെങ്കിൽ ഇന്ത്യക്ക് മൊത്തത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ ഇന്ത്യൻ പ്രസിഡന്റിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അപ്പോൾ പ്രസിഡന്റാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഈ വകുപ്പുകൾ അടിയന്തരാവസ്ഥ കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് സർവശക്തമാവുകയും സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണമായും കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നു. രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടന അടിയന്തരാവസ്ഥ കാലത്ത് കേന്ദ്രീകരിക്കുക. ഒരു ഫെഡറൽ സംവിധാനം ഒക്കെ ഇല്ലാതെയാവുകയും അധികാരങ്ങൾ പൂർണ്ണമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാവുകയും ചെയ്യുന്ന കാലഘട്ടമാണ് അടിയന്തരാവസ്ഥ കാലഘട്ടം. ഇന്ത്യൻ ഭരണഘടന 3 വിധത്തിലുള്ള അടിയന്തരാവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, യുദ്ധം, വിദേശ ആക്രമണം, സായുധ കലാപം എന്നിവയെ തുടർന്ന് വരുന്ന ദേശീയ അടിയന്തരാവസ്ഥ. രണ്ടാമത്തത്, സംസ്ഥാനങ്ങളിൽ ഭരണഘടനാ സംവിധാനം പരാജയപ്പെടുന്നതിനെ തുടർന്നുണ്ടാകുന്ന പ്രസിഡന്റ് ഭരണം, അതും ഒരു അടിയന്തരാവസ്ഥ തന്നെയാണ്. മൂന്നാമത്തത്, ഇന്ത്യയിൽ ഇന്നുവരെ പ്രയോഗിക്കാത്ത ഒരു അടിയന്തരാവസ്ഥയാണ്. ഇതാണ് ഇന്ത്യയുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ. സാമ്പത്തിക സ്ഥിതി അസ്ഥിരമാകുമ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്ന അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ.
യുദ്ധം, ആക്രമണം എന്നിവയെ തുടർന്ന് പ്രഖ്യാപിക്കപ്പെട്ട ബാഹ്യ അടിയന്തരാവസ്ഥയും രാജ്യത്തിനകത്തെ സായുധ കലാപങ്ങളുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെടുന്നവ ആഭ്യന്തര അടിയന്തരാവസ്ഥയുമാണ്. അപ്പോൾ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയുണ്ട്. അതുപോലെ തന്നെ യുദ്ധം, ആക്രമണം എന്നിവയെ തുടർന്നുണ്ടാകുന്നത് ബാഹ്യ അടിയന്തരാവസ്ഥയും രാജ്യത്തിനകത്ത് സായുധ കലാപങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന അടിയന്തരാവസ്ഥയെ എന്താണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നുമാണ് അറിയപ്പെടുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് 1962-ൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ അതിർത്തി പ്രദേശത്ത് ചൈന ആക്രമണം നടത്തുന്ന സമയത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. 1968 വരെ അത് നിലനിന്നു. 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ പ്രത്യേക അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വേണ്ടി നിന്നെന്ന് പറഞ്ഞാൽ 1962 തുടങ്ങിയ അടിയന്തരാവസ്ഥ 1968 വരെ നീണ്ടു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ 1965 ഇന്ത്യ പാക് യുദ്ധത്തിന് സമയത്തൊരു വേറൊരു അടിയന്തരാവസ്ഥ പുറമെ പുറപ്പെടുവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ 1968 അവസാനിച്ച അടിയന്തരാവസ്ഥ വീണ്ടും പ്രഖ്യാപിക്കപ്പെട്ടത് 1971 അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഒരു യുദ്ധത്തെ തുടർന്ന് 1971 വീണ്ടും എന്ത് ചെയ്തു, ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. അതാണ് ആദ്യത്തെ ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ആഭ്യന്തര അടിയന്തരാവസ്ഥ. ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1975. അപ്പോൾ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് 2 അടിയന്തരാവസ്ഥകളും പ്രഖ്യാപിച്ചത്. 1962 അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും 1971 അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും. എന്നാണ് വൈദേശിക ആക്രമണം, ഒന്ന് ചൈനയുടെ ആക്രമണം, മറ്റൊന്ന് പാകിസ്ഥാൻ്റെ ആക്രമണം. ഈ യുദ്ധകാലഘട്ടത്തിലാണ് 2 ഈ ഇന്ത്യയിൽ ആഭ്യന്തരമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത് 1975. പുറത്തുനിന്ന് ആക്രമണത്തിൻ്റെ പേരിലൊന്നല്ല, ഭരണകൂടത്തിനെതിരെ ഉണ്ടായിരുന്ന കലാപങ്ങളെ തുടർന്ന്, ജനകീയ കലാപത്തെ തുടർന്ന് ആണ് എന്ത് ചെയ്തത്, 3ാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് എന്താണ്, ചില നേതാക്കന്മാർ പോലീസിനെയും പട്ടാളത്തെയും അവരുടെ ജോലിയിൽ നിന്നും വിട്ടുനിൽക്കാൻ പ്രേരിപ്പിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. സമകാലീന ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ കാലം എന്ന് പൊതുവെ അറിയപ്പെടുന്നത് 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 21 വരെ നീണ്ടുന്ന ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ്. മറ്റു ആളുകൾക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. വിദേശാക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തരാവസ്ഥയായിരുന്നെങ്കിൽ അടിയന്തരാവസ്ഥ കാലം എന്ന് നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് കാലഘട്ടമാണ്, 1975 ജൂൺ 25 മുതൽ 1977 മാർച്ച് 21 വരെയുള്ള കാലഘട്ടത്തെയാണ്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാനായി ഏകപക്ഷീയമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇരുണ്ട ദിനങ്ങൾ എന്നാണ് അടിയന്തരാവസ്ഥ കാലം അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളുണ്ടായപ്പോൾ ആ പ്രക്ഷോഭത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ വ്യക്തിപരമായ താല്പര്യപ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചത് അന്നത്തെ ഇന്ത്യൻ യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും സ്വതന്ത്ര ചരിത്രത്തിലെ വിവാദ ഘട്ടമായിട്ട് മാറ്റിയിട്ടുണ്ട്. രാജ്യത്തുടനീളം നിരന്തരമായിട്ട് ഉയർന്നു വന്ന പ്രതിഷേധ സമരങ്ങളുടെ ഫലമായി 21 മാസങ്ങൾക്ക് ശേഷം അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ ഭരണകൂടം നിർബന്ധിതനായി. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെടുകയും ജനതാ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ കാരണമാവുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി. ഇതിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ 1973-75 കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന് മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയ അവസ്ഥയുടെ കടന്നു പോകുന്നു പറഞ്ഞാൽ അതിൻ്റെ അസ്വസ്ഥതയിലൂടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. അന്നത്തെ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് JP എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒരു സ്വതന്ത്ര സമര സേനാനി ഉണ്ടായിരുന്നു. ജ്ഞാനവർദ്ധൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജ്ഞാനവർദ്ധനും സ്വതന്ത്ര സമര സേനാനിയുമായിരുന്ന ജയപ്രകാശ് നാരായണനാണ് ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യയിൽ ഒരു സമ്പൂർണ്ണ വിപ്ലവത്തിന് തയ്യാറാവാൻ JP വിദ്യാർത്ഥികളോടും കർഷകരോടും തൊഴിലാളികളോടും മറ്റുള്ളവരോടും ആവശ്യപ്പെട്ടു. ഏറെ താമസിയാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ റെയിൽവേ തൊഴിലാളി യൂണിയൻ്റെ നേതൃത്വത്തിലും രാജ്യമെമ്പാകെ സമരം ആരംഭിച്ചപ്പോൾ ജയപ്രകാശ് നാരായണൻ എന്നറിയപ്പെടുന്ന JP അഥവാ
വിജ്ഞാനവൃദ്ധൻ എന്നറിയപ്പെടുന്ന ആളാണ് ഇന്ദിരാഗാന്ധി ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തത്. അദ്ദേഹത്തിന് ആഹ്വാനം അറിയപ്പെടുന്ന സമ്പൂർണ്ണ വിപ്ലവം. സമ്പൂർണ്ണ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തത് ജയപ്രകാശ് നാരായണനാണ്. ഇത്തരത്തിലുള്ള ഇന്ദിരാഗാന്ധിക്കെതിരെ ഉണ്ടായുള്ള ഈ പ്രക്ഷോഭം വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അലഹാബാദ് ഹൈക്കോടതി അസാധുവാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ ജനകീയ പ്രക്ഷോഭമുണ്ടായിരുന്നു. ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ജയപ്രകാശ് നാരായണനെ സന്ദർശിക്കുന്നതും അദ്ദേഹത്തോട് ഈ വിപ്ലവത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നതും. വിപ്ലവം അവസാനിച്ചതിന് ശേഷം അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്തു. പക്ഷേ ഒരു കൊലീഷൻ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ ആ ഗവൺമെൻറ്റിന് കഴിയാതെ വരികയും അവർ ആ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നു.